ഈ ബസിന്റെ മുതലാളിയും കണ്ടക്ടറും പിന്നെ സുന്ദരിമാരുടെ ഹരമായി മാറിയ ഞങ്ങളുടെ കുഞ്ഞൻ. വെല്ലു കൊടുക്കട്ടെ? വെല്ലു കൊടുക്കാൻ പറ്റേ. ഫിഷിലുള്ളപ്പോ വെല്ലു വേണ്ട. എന്നാ പിന്നെ വേണ്ട. ഈ വണ്ടി ഇനി മുന്നോട്ട് പോയാൽ ബാലൻസ് ഇല്ല. ആദ്യം താനൊന്ന് ബാലൻസ് നടക്കാൻ പഠിക്കും. ഏവർക്കും സ്വാഗതം ഭീമ ജുവൽസ് കോമഡി ഫെസ്റ്റിവൽ സീസൺ 2 എന്ന ഈ ഉത്സവ കാഴ്ചയിലേക്ക്. ഭീമ ജുവൽസ് കോമഡി ഫെസ്റ്റിവൽ സീസൺ 2 നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഭീമ ജുവൽസ് കൊച്ചി, കോട്ടയം, തൊടുപുഴ, കോയമ്പത്തൂർ, മൈസൂർ. ഈ പൂരക്കാഴ്ചയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു സിദ്ദീഖ് സർ, ഉർവശി ചേച്ചി, പക്രുചേട്ടൻ, നമ്മുടെ ഗ്രൂമർ ശ്രീ അനൂപേട്ടനും രതീഷേട്ടനും. ഇന്നത്തെ പുതിയ മുഖം റൗണ്ടിൽ ടീം കോമഡി കിങ്സ്. ജനപ്രിയ നായകൻ ദിലീപിന്റെ ഏറ്റവും ശ്രദ്ധേയമായ കഥാപാത്രമായിരുന്നു കുഞ്ഞിക്കൂനൻ. നമ്മുടെ കുഞ്ഞിക്കൂനൻ ഇന്നൊരു ബസിന്റെ ഓണറും അതിലെ കണ്ടക്ടറുമാണ്. കുഞ്ഞിന്റെ ഈ രസകരമായ ബസ് യാത്രയിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോവുകയാണ് ടീം കോമഡി കിങ്സ്. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ഇവിടെ നിന്നും അവിടം വരെ പോകുന്ന ഇവിടെ നിന്ന് അവിടം വരെ പോകുന്ന അല്ല, കൊല്ലത്ത് നിന്നും തെങ്കാശി വരെ പോകുന്ന ഉണ്ട ഉണ്ട ഏഴുന്ന കുഞ്ഞൻ ട്രാവൽസ് ഉടൻ തന്നെ പുറപ്പെടുന്നതായിരിക്കും. ഇയാൾ എന്തായി പറയണത്? എടാ ഉണ്ട ഉണ്ട 7 007. പുറപ്പെടല്ലേ പുറപ്പെടല്ലേ. എന്റെ ദൈവമേ, ദേ വരുന്നടാ കരുനാക്ക് വല്യപ്പൻ. 50 രൂപയ്ക്ക് ചേഞ്ച് ഉണ്ടാ? ഇതെന്തിനാ 50 രൂപയ്ക്ക് ചേഞ്ച്? അല്ല, ഒരു ചേഞ്ച് ഒക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാ. എനിക്ക് പാടി കയറാൻ വയ്യ. പാടി കയറണ്ട, പടി കയറിയാ മതി. ആ എന്നാ പിന്നെ പോയേക്കാം. പിന്നെ പോകാന് ഇപ്പൊ പോണം. ഇതിന് മെയിൻ ആള് വരണം. ആരാ നിങ്ങളുടെ മെയിൻ ആള്? ആരാന്നോ? ഈ ബസിന്റെ മുതലാളിയും കണ്ടക്ടറും പിന്നെ സുന്ദരിമാരുടെ ഹരമായി മാറിയ ഞങ്ങളുടെ കുഞ്ഞൻ. ആ പൂനനാ. അവൻ കേക്കണ്ട, ചവിട്ടിക്കുട്ടി പുറത്തേക്ക് ഇടും. എടാ പപ്പ, എന്നിട്ട് അവനെവിടെ? അവനാ നല്ല സുന്ദരികളായ പെൺകുട്ടികൾ ബസ്സിൽ കയറാൻ വേണ്ടി അവൻ അമ്പലത്തിൽ ശയന പ്രദക്ഷിണം ചെയ്യാൻ പോയേക്ക. ആ പൂനും വെച്ചാ എന്നെ കരുനാക്ക് വെച്ചൊന്നും പറയല്ലേ. ആ ദേ വന്നട നമ്മുടെ കുഞ്ഞൻ. ഇനി ഒരിക്കലും ഞാൻ അമ്പലത്തിൽ പോകത്തില്ല. അല്ലെങ്കിൽ അമ്പലത്തിൽ പോകത്തില്ല. നിന്റെ കാര്യമല്ല പറഞ്ഞത്, ഞാൻ അമ്പലത്തിൽ പോകത്തില്ലെന്നാ പറഞ്ഞത്. അതെന്താ കാര്യം? ഞാൻ ഭക്തിയോടുകൂടി അമ്പലത്തിൽ ശയനപ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പ അമ്പലത്തിൽ പോറ്റി വിളിച്ചു ചോദിക്കാം, ആരുടെ അമ്പലത്തിൽ കണ്ട് കുത്തി പറയുന്നതെന്ന്. എനിക്കെന്റെ ദേഷ്യം കയറി വന്നിട്ട് വയ്യ. എന്നിട്ട് കുഞ്ഞിന് എന്താ ഇത്? ഒരു ബംഗാളി വെച്ച് ശയനപ്രദക്ഷിണം നടത്തി 150 പോയാലെന്താ കാര്യം സാധിച്ചില്ലേ? ഓ, ഈ കുഞ്ഞിനെ സമ്മതിക്കണം. ഇല്ലെങ്കിൽ ഞാൻ സമ്മതിക്കൂല. അതും ഇതും പറയാതെ വണ്ടി എടുക്കടാ. വണ്ടി എടുക്കാൻ പറ്റേ, ഒരാളും കൂടെ വരാനുണ്ട്. ഓ, നിന്റെ ലൈനാ? രണ്ടുപേരും കേൾക്കാൻ വേണ്ടി പറയുക. അവള് വരുമ്പോ വായും വിളിച്ച് നോക്കി നിൽക്കരുത്. ഞാൻ കഷ്ടപ്പെട്ട് ട്യൂൺ ചെയ്തെടുത്തതാ. എന്റെ പ്രണയത്തിൻ താജ്മഹലിൽ വന്നു ചേർന്നൊരു വനശലഭമേ, എന്റെ പ്രണയത്തിൻ താജ്മഹലിൽ വന്നു ചേർന്നൊരു വനശലഭമേ. കേരളമുള്ളവരെല്ലാം കയറിക്കോ, വണ്ടി വിടാൻ പോവാ. വണ്ടി വിടാൻ വരട്ടെ. അതിന് മുമ്പ് ഒരു ചെറിയ പ്രയർ. അതെന്തിനാ ഇപ്പൊ പ്രയർ? അല്ല, ഒരു യാത്ര പോകുമല്ലേ, എന്താ സംഭവിക്കുന്നതെന്ന് പൊട്ടി പൊട്ടിക്കേട്ടാ. വെല്ലു കൊടുക്കട്ടെ? വെല്ലു കൊടുക്കാൻ പറ്റേ. ഫിഷിലുള്ളപ്പോ വെല്ലു വേണ്ട. എന്നാ പിന്നെ വേണ്ട. ആവശ്യമില്ലാത്ത പരിപാടിയൊന്നും ഇവിടെ ചെയ്യരുത്. ഞാനല്ല. എടാ കുഞ്ഞാ, ഇത് വണ്ടി സ്റ്റാർട്ട് ചെയ്തിന്റെയാ. പുല്ല് വണ്ടിക്ക് വിടാ. അങ്ങനെ പോട്ടെ. റൈറ്റ് അല്ല, സ്ട്രൈറ്റ്. യാത്രക്കാർ ശ്രദ്ധിക്ക്, ഇന്നു മുതൽ കുഞ്ഞൻ ട്രാവൽസിൽ ഒരു ഓഫർ ഉണ്ടാവും. അതെന്താ കുഞ്ഞാ ഓഫർ? നല്ല സ്വർണ്ണ നാണയം വല്ലതും ആണോ? അതല്ല, 2 ടിക്കറ്റ് എടുക്കുന്നവർക്ക് 1 ടിക്കറ്റ് ഫ്രീ. വടികെട്ടാരവെടി പടഹമോടെ ജനമിടി തുടങ്ങി മകനേ, കടുകട്ടോര ഗുരു സകടമാണു ശനി ശരണമാരു ശിവനേ, വിധികെട്ടൊരു മട്ടന് വീറപ്പൊട്ടനൊരിട്ടം വന്നതുപോലെ ഇതാ ഈ നിസ്സുകാരനൊരു
സംഭവമായി കുഞ്ഞൻ ട്രാവൽസ്. കുഞ്ഞോ ദേ മുല്ലപ്പ് നിക്കണേ, നിർത്തണോ? അടുത്ത് വണ്ടിക്കകത്തൊരു ഇത്തിരി മണമൊക്കെ ആവട്ടെ. അല്ലെങ്കിൽ ഞാൻ കേറുമ്പോ നിനക്ക് ഈ ഒരു നിപ്പ് പതിവാടാ മോനെ. നീ തട്ടേ മുട്ടയൊന്നും വേണ്ട, മര്യാദ കയറിക്കോട്ടെ. ആ കേറി വാ മുല്ലപ്പൂ. ഇപ്പഴാ യാത്രക്കൊരു സുഖമായത്. പടക്കപ്പലാണോടാ എലിപ്പെട്ടിയാണോടാ സ്കെലിറ്റൻ ചിരിക്കും പോലെ ചിലമ്പുന്ന മുണ്ടായം. സുഖമാണോ മുല്ലപ്പൂ? വല്ല കാര്യം ഉണ്ടായിരുന്നൂടാ. തിരിഞ്ഞു നിന്ന് അവളെ വളയ്ക്കാതെ ആദ്യം ഇനി ആ വളവ് വളയ്ക്കാൻ നോക്ക്. ഇതെന്തോന്ന് വളവ്? എന്തോരം വളവ് ഞാൻ വളച്ചിരിക്കുന്നു കുഞ്ഞാ. അയ്യോടെ വണ്ടി അയ്യോ ഇപ്പൊ പണി പാളിയാനെ. ടിക്കറ്റ് എടുക്കാതെ ടിക്കറ്റ്. ഉന ഒരു തെങ്കാശി. സ്റ്റോപ്പ്. ഇറങ്ങടാ പറ്റി. എന്തിനാ കുഞ്ഞാ ആ പാവത്തിനെ ചവിട്ടി പുറത്താക്കിയത്? കൂണെന്ന് വിളിച്ചാ ആരെയും ഞാൻ ചവിട്ടി പുറത്താക്കും. ഈ എന്നെയും അങ്ങനെ ഞാൻ ചെയ്യൂ. കുഞ്ഞാ എന്നെ അങ്ങനെ വിളിക്കണ്ട, എന്നെ വിമൽ കുമാർ എന്ന് വിളിച്ചാൽ മതി. അതാ ഞാൻ എനിക്കിട്ടിരിക്കുന്ന പേര്. എക്സ്ക്യൂസ് മീ വിമൽ കുമാർ. യെസ്. ഇപ്പൊ പള്ളി തെറിച്ചു പോയായിരുന്നു. ഒരു കോളേജ് ജംഗ്ഷൻ. കുട്ടിക്ക് ഇനി മുതൽ ഒരു മാസത്തേക്ക് ടിക്കറ്റ് വേണ്ട, ഫ്രീയാ. താങ്ക് യു വിമൽ കുമാർ. രോമാഞ്ചം കൊണ്ട് മുള്ളമ്പന്തിക്ക് ദേഷ്യം വന്ന പോലെ രോമമെല്ലാം എണീറ്റിരിക്കുക. ഇനി മുതൽ കുട്ടിക്ക് ഈ ബസ്സിൽ ടിക്കറ്റ് വേണ്ട. എങ്ങോട്ടാ? ഒരു പുള്ളൂര്. ബാലൻസ് ഇല്ല. ആദ്യം താനൊന്ന് ബാലൻസ് നടക്കാൻ പഠിക്കും. എന്നെ കളിയാക്കി ചിരിച്ചവരില്ല ഇറങ്ങി. എന്നെ വേണ്ടി യാത്ര വേണ്ട. എന്റെ കുഞ്ഞ ഒരു തമാശ പറഞ്ഞല്ലേ. തമാശ സീരിയസ് ആയിട്ടാണ് പറയുന്നത്. ടിക്കറ്റ് എടുക്കാതെ ടിക്കറ്റ്. കുഞ്ഞാ ദേ പോലീസ് നിക്കണ്. ആ നിർത്ത്. ഏതാ ഈ പുള്ളി? ഇതെന്റെ പുള്ളിയാ. അതല്ല ഈ പുള്ളി. ആ ഇത് ജയിൽ പുള്ളി. പോയിരിക്കണ. ആരാ വെള്ളം ഓടിച്ച് വണ്ടി ഓടിച്ചത്? എന്റെ ഡ്രൈവർ വെള്ളം അടിക്കില്ല. ഊതടാ. എന്റെ അമ്മോ, നിന്നോടല്ല അവനോട്. ഒന്ന് കാണിച്ചോട്, വിശ്വാസം വരട്ടെ. ഓഹോ, അപ്പൊ നീ വെള്ളം അടിച്ചിട്ടുണ്ടല്ലേ? എന്റെ പൊന്നു സാറ് ഞാൻ കഴിച്ചിട്ടില്ല. ഈ മെഷീനത്തെ കംപ്ലൈന്റ് ഉണ്ട്. ഈ മെഷീൻ ഒരു കംപ്ലൈന്റും ഇല്ല. ഇപ്പൊ എന്തോ കുഴപ്പമുണ്ടാകണ്ട, അല്ലാതെ നമ്മുടെ കുഴപ്പമല്ലേ. പോയിരി. അല്ല പോലീസുകാരുടെ ഒരു മണ്ടത്തരങ്ങള്. ഒന്ന് നിർത്തുന്നുണ്ടോ? എനിക്കിത് കേൾക്കാൻ വയ്യ. ഇതിലും വലിയ ഉച്ചത്തിൽ എനിക്ക് ചുമക്കാനും വയ്യ. നല്ല മണമാണ്ട മുല്ലപ്പൂ. ആണോ? അതേന്ന്. അപ്പൊ ബ്രേക്ക് പിടിച്ച ഇതിനായിരുന്നില്ലേ? സാറിന്റെ പേരെന്താ? ഞാൻ വിമൽ കുമാർ. ഞാനും വിമൽ കുമാറാ. സെയിം പിച്ച്. ടിക്കറ്റ് എടുക്കണ്ട. അയ്യോ അതെന്താ? വിമൽ കുമാർ എന്ന പേരിനോട് എനിക്ക് ഭയങ്കര ആരാധനയാ. കണ്ടിട്ട് വലിയ ഉദ്യോഗസ്ഥനാണ് തോന്നുന്നു. ഞാൻ സെയിൽസ് മാനേജരാ. ചുമ്മാ ഇല്ല എത്ര വെക്കപ്പ്. അപ്പൊ ഇതാണല്ലേ സെയിൽസ് മാനേജർ? അങ്ങനെയൊന്നുമില്ല, ഫുട്പാത്തിൽ ചെറിയ ടിക്കറ്റോടും അത്രേ ഉള്ളൂ. വിമൽ കുമാർ എന്ന പേര് കൂടെ നാണം കഴിച്ചു. ചിക്കൻ. അത് സാറേ എനിക്കൊരു സംശയം. അല്ല ഞാൻ വെള്ളം അടിച്ചിട്ടില്ല. ഇപ്പോഴും ആ മെഷീന്റെ കുഴപ്പമാണ്. പക്ഷെ അതല്ല, ഇത് ചെയ്ത കുറ്റം എന്താ? സോളാർ തട്ടിപ്പ് കേസ് കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട്. അതിനകത്ത മുഖ്യ പ്രതിയാ. എന്താ അവന്റെ പേര്? സോളമൻ. 3 മാസമായിട്ട് മുങ്ങി അടക്കിയിരുന്നു. ഇന്നാ ഇവനെന്റെ കൈ കിട്ടിയത്. ഇവനെ കൊണ്ട് കോടതിയിൽ ഏൽപ്പിച്ചിട്ട് വേണം എനിക്കിന്ന് ഡ്യൂട്ടിക്ക് കയറാൻ. അതറിയാമോ? ഓടലടാ. എടാ നിന്നോട് അവിടെ നിൽക്കാനാ പറഞ്ഞത്. സോളമൻ നിൽക്കാൻ. എന്റെ ജോലി പോയി. ഇപ്പൊ ചവിട്ടില്ലെങ്കിൽ കാണായിരുന്നു. ഒരു ജീവനാണ് ഞാൻ രക്ഷിച്ചത്. ഏത് ജീവനാണ് രക്ഷിച്ചത്? ഒരു എലിക്ക് വേണ്ടിയാണോ നീ ഇത്രയും പേര് ജീവൻ കളയാൻ നോക്കിയത്? എന്റെ കരിനാക്ക് വെച്ച് ഞാൻ പറയാ, ഈ വണ്ടി ഇനി മുന്നോട്ട് പോയാൽ അടുത്ത സ്റ്റോപ്പിൽ എനിക്ക് ഇറങ്ങണം. കളവാ, ഈ പല്ലു വെച്ചിട്ട് കളിയുന്ന തന്നെ മൃഗാശുപത്രി പോലും എടുക്കില്ല. പെട്ടെന്ന്. ആ കുട്ടിയെ നോക്കി കയറ്റിയാ മതി. പാവം, ഒരു ഭാരം ചുമക്കുന്നതിന്റെ ബുദ്ധിമുട്ട് എനിക്കറിയാം. മുല്ലപ്പൂ ഒന്ന് പിടിച്ച് അങ്ങോട്ട് എടുത്തു. റൈറ്റ് അല്ല, ലെഫ്റ്റ് അല്ല, സ്ട്രൈറ്റ്. ടിക്കറ്റ്. എങ്ങോട്ടാ? ഒരു കൊട്ടാരക്കര. നീ ഇതെന്താ കാണിക്കാൻ പോണത്? ഞാൻ എടുക്കാളിയാ. അത് ശരിയല്ല. നമ്മൾ ഇത്രയും സുഹൃത്തായിട്ട് നടന്നിട്ട് ഞാൻ എടുത്തോളാം ടിക്കറ്റ്. അല്ല നീ എന്താ വിചാരിച്ചിരിക്കുന്ന? എന്റെ പൈസ ഇല്ലെന്നാണോ? അല്ലളിയാ, ഞാൻ നിന്നെ കൊച്ചാക്കിയതല്ല. പക്ഷെ ടിക്കറ്റ് ഞാൻ എടുക്കും.
എന്റെ പൊന്നളിയായി സ്നേഹത്തിന് മുന്നിൽ വേണ്ട ഞാൻ എടുത്തോളാം. ഞാൻ എടുക്കും, ഉറപ്പായിട്ടും ഞാൻ എടുക്കും. എന്റെ സുരേഷ് ഞാൻ പറയുന്നത് കേട്ട് അളിയാ. ശശി, ഞാൻ ആദ്യം പറയുന്നു, നീ അങ്ങോട്ട് കേൾക്ക്, ടിക്കറ്റ് ഞാൻ എടുക്കും. സുരേഷ്, ശശി, സുരേഷ്, ശശി. സുരേഷും ശശിയും തമ്മിൽ തല്ലാതെ ആരെങ്കിലും ഒരാൾ ടിക്കറ്റ് എടുക്കും. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യേ, അളി എടുത്തു. വേണ്ട, നീ എടുത്തോ. അളിയൻ എടുത്തോന്നേ. ഇല്ല, ഒരുപാട് കാലത്ത് നിന്റെ ആഗ്രഹമല്ലേ, നീ എടുക്ക്, അത് മതി. എനിക്ക് വിരോധമല്ല, നീ എടുത്തോ. വേണ്ടളിയാ, നീ എടുത്താ മതിടാ. സ്നേഹത്തോടെ പറയാ, അളി എടുത്തു. നീ എന്നെ ഇൻസൾട്ട് ചെയ്തിട്ടാ. ഞാനൊന്നും ഇൻസൾട്ട് ചെയ്യുന്നില്ല, അളിയൻ നീ എടുത്തോ. ഇൻസൾട്ട് ചെയ്യാണെന്ന് നിനക്ക് എടുത്താ പോരെ. നീ എന്തിനാണ് എന്നോട് എപ്പോഴും ചോദിക്കുന്നത്? അപ്പൊ എന്നെ ഇൻസൾട്ട് ചെയ്ത് നടക്കില്ലയോ? എന്നെ കളിക്കാൻ നിൽക്കുന്നത് എന്റെ സ്വഭാവം നിനക്കറിയില്ല. നിനക്കും എന്റെ സ്വഭാവം അറിയില്ല. എന്നെ വിടറോ. എടോ, നിനക്കെടുത്താൽ എന്താണോ ആൾക്കാരെ മുന്നിൽ വെച്ച് എന്നെ നാണം കെടുത്തുന്നോടാ. ഞങ്ങളുടെ സ്ഥലമെത്തി. അപ്പൊ അവന്മാരെ പണിയായിരുന്നില്ലേ? കുഞ്ഞ ഇങ്ങോട്ട് വന്നേ. ഐരാവിന്ന് പറയാനായിരിക്കും. എന്താ കാര്യം? അയാൾ എന്നെ നോക്കി ഒന്ന് കാണിച്ചു കുഞ്ഞ. ആരാ എന്റെ പണി നോക്കി നീ കാണിച്ചത്? ഈ കളവനാന്നോണ്ട് ഇവ കൊച്ചിനെ നോക്കി കാണിച്ചത്. എന്റെ ദൈവമേ, ഞാൻ ഇവിടെ നോക്കി നീ കാണിച്ചില്ല. അമ്മാവ താൻ കാണിച്ചിട്ടോ ഇയാളെ നോക്കി? സത്യമായിട്ട് ഞാൻ ഇവിടെ നോക്കി നീ കാണിച്ചില്ല. ഈ കൂട്ടത്തിലിരിക്കുന്ന ആരാണ് ഈ പാവപ്പെട്ട പെൺകുട്ടിനെ നോക്കി നീ കാണിച്ചത്? എത്തുന്നുണ്ടോ? ഇനി ആരെങ്കിലും എന്റെ പെണ്ണിനെ നോക്കി നീ കാണിക്കരുത്. അയ്യോ അമ്മേ, എനിക്ക് വയ്യ. ആ കൊച്ചിന് തീരെ വയ്യ, ഒന്ന് പതുക്കെ പോയാ മതി. ഞാനൊരു കാര്യം പറയുക, ഈ ഇരിക്കുന്ന തള്ളയും വയറ്റിൽ കിടക്കുന്ന കൊച്ചും. എന്റെ പൊന്നമ്മാവ, ഇപ്പഴില്ലൊന്ന് പ്രാകാതിരിക്കാവോ? പ്രാഗിലല്ല, ആശുപത്രി കൊണ്ടുപോകണമെന്നാ ഞാൻ പറഞ്ഞത്. ആ കുഞ്ഞാ, ദേ പോലീസ് കൈ കാണിക്കുന്ന. വീണ്ടും പോലീസാ? എന്താ സാർ പ്രശ്നം? ഇതിലൂടെ മന്ത്രി പാസ് ചെയ്യുന്നുണ്ട്. അതിന് മന്ത്രി പാസ് ചെയ്തതിന് ഞങ്ങൾ എന്താ വേണം? അതല്ല പറഞ്ഞത്, ഒരു മണിക്കൂറത്തേക്ക് മന്ത്രി പോവാതെ നിങ്ങൾക്ക് വാഹനം എടുക്കാൻ പറ്റില്ല. സാർ, അതിനകത്തൊരു ഗർഭിണി ഇരിക്കുന്നത്. എത്ര പേടുത്ത് ഹോസ്പിറ്റലിൽ എത്തിക്കണം, വേദന കൂടി കിടക്കുക. എത്ര വേദന എന്ന് പറഞ്ഞാലും മന്ത്രി പോവാതെ ഒരു പണി നടക്കത്തില്ല. ആരെങ്കിലും അയ്യോ അമ്മേ, എനിക്ക് വയ്യ. അയ്യോ. എല്ലാരും ഒരു കാര്യം ചെയ്യും, ഇങ്ങോട്ട് ഇറങ്ങേ. ആ പെണ്ണുങ്ങൾ മാത്രം അവിടെ ഇരുന്നാ മതി. എടാ, നീ എന്തിനാണ് ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണത്? നിന്റെ കൊച്ചൊന്നും അല്ലല്ലോ. വേറെ ടെൻഷൻ അടിക്കാമല്ലോ. എടാ കുഞ്ഞാതെ നോക്കിയടാ. ഓ, സന്തോഷമായി. എന്തായാലും പത്രക്കാരും ടിവിക്കാരൊക്കെ വരുമല്ലോ. ആദ്യമായിട്ടാ ഒരു പ്രൈവറ്റ് ബസ്സിൽ ഒരു കൊച്ചു പ്രസവിക്കുന്നത്. കൊച്ചു പ്രസവിക്കുന്നു? കൊച്ചല്ലാതല്ല. കുഞ്ഞ ദേ കുഞ്ഞ് ദാ നോക്കേ, ഒരു തങ്കക്കുടം പോലെ ഒരു കുഞ്ഞല്ലേ. ആദ്യമായിട്ടാ ഞാൻ ഒരു കൊച്ചിനെയൊക്കെ കയ്യിലെടുക്കുന്ന. ആ, ഇനി എന്നാലും സമയമില്ല, ഓട്ടോ ഉള്ളതാ. ആ കൊച്ചിനെ തള്ളയെ വിളിക്കും. എടാ കുഞ്ഞാ, ആ തള്ളനി ബസ്സിനകത്തൊന്നും കാണുന്നില്ല. കാണുന്നില്ലെന്താ? അവളെ പാട്ടിന് പോയി കാണും. എന്നാ മുല്ലപ്പൂ, ഈ കൊച്ചിനെ അങ്ങ് പിടിച്ചേ. അയ്യോ എനിക്ക് വേണ്ട. എടാ കുഞ്ഞാ, ഇനി കൊച്ചിനെ എന്ത് ചെയ്യും? നീ എടുത്തോ. എനിക്കൊന്നും വേണ്ട. അപ്പൊ ഈ കൊച്ചിനെ ഞാൻ എന്ത് ചെയ്യും? ഇതാ പറയുന്നത്, ഒരു ടിക്കറ്റിന് നമ്മുടെ കുഞ്ഞന് ഒരു കുഞ്ഞു ഫ്രീ. ദൈവമേ, ചതി